വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും കാമുകനായ ഷാരോണിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മയോടുള്ള മലയാളികളുടെ വെറുപ്പും ദേഷ്യവും തീരുന്നില്ല. വധശിക്ഷ നൽകാനുള്ള കോടതി തീരുമാനത്തെ മലയാളികൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ പൊതുസമൂഹം അതിൽ തൃപ്തരാകുമായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനവും നീതി നടപ്പിലായതിൻ്റെ ആശ്വാസവുമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വിധിയാണ് വന്നതെന്നും ചിലർക്ക് പറയുന്നുണ്ട്. പൈശാചിക മനസ്സുള്ള യുവതി എന്നാണ് ഗ്രീഷ്മയെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. ഇത് കോടതി അംഗീകരിച്ചതിൻ്റെ തെളിവാണ് പ്രതിഭാഗം നിരത്തിയ ഒരു വാദവും അംഗീകരിക്കാതെയുള്ള കോടതിയുടെ വിധി. സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിലാണ് ഗ്രീഷ്മയെ മലയാളികൾ വിമർശിക്കുന്നത്. മനുഷ്യൻ്റെ രൂപമുള്ള പൈശാചിക ജന്മമെന്നാണ് നിരവധി പേർ പറയുന്നത്. ശിക്ഷ വിധിച്ചതിന് ശേഷമുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ വന്ന ഒരു കമൻറ്റിൽ പറയുന്നത്, ഗ്രീഷ്മയെ ജയിലിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവളെ അടുക്കളയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കരുതെന്നാണ്. ജയിലിലായാലും കൂടത്തായി ജോളി, കഷായം, ഗ്രീഷ്മ എന്നിവരെ ഭക്ഷണം തയ്യാറാക്കുന്ന ഭാഗത്തേക്ക് അടുപ്പിക്കരുതെന്നാകും അവിടെയുള്ള ഏതൊരു കൊടും കുറ്റവാളിയും ആഗ്രഹിക്കുന്നത്. ഒരാൾ സൈനൈഡാണ് നൽകിയതെങ്കിൽ മറ്റേയാൾ കളനാശിനിയാണ് ഉപയോഗിച്ചത്. അതും 100% മരണം ഉറപ്പാക്കുന്ന കളനാശിനി. കാമുകനായിരുന്ന ഷാരോൺ രാജിനെ കളനാശിനി നൽകിയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കാൻ ഷാരോൺ ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. 2022 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് ഷാരോണിനെ കളനാശിനി കലർത്തിയ കഷായം നൽകുന്നത്. ലൈംഗിക ബന്ധം നടത്താനെന്ന വ്യാജേന വീട്ടിലേക്ക് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തിയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. 11 ദിവസം നരകയാതന അനുഭവിച്ചാണ് ഒക്ടോബർ 25-ന് ഷാരോൺ മരിച്ചത്. ഷാരോണിൻ്റെ വൃക്ക, കരൾ, ശ്വാസകോശം എന്നിവ തകരാറിലായിരുന്നു. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ. പ്രായത്തിൻ്റെ ആനുകൂല്യത്തിൽ തനിക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടും എന്ന് കരുതിയാണ് ഗ്രീഷ്മ വാദങ്ങളുമായി എത്തുന്നത്. ശിക്ഷാവിധിക്ക് മുമ്പായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ ഗ്രീഷ്മയോട് ചോദിച്ചു. അതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി. ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഇനിയും പഠിക്കണം, ജീവിതത്തിൽ ഒരു കേസിലും പ്രതിയല്ല എന്നൊക്കെയുള്ള ഗ്രീഷ്മയുടെ വാദങ്ങളെല്ലാം വിഫലമായി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഷാരോണിൻ്റെ കൊലയെന്നും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് വിനീത് കുമാർ വാദിച്ചു. ഒടുവിൽ അതേപോലെ തന്നെ കോടതിയുടെ വിധിയും വന്നു.